നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പ്രകാശേട്ടാ, ഞാൻ വിളിച്ചിട്ട് പോലും അറിയാതെ നിങ്ങൾ ആരെയും കണ്ട് ആസ്വദിക്കുന്നെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. പന്തിനി ശ്യാമും തമ്മിൽ എന്ത് ബന്ധവാ? ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യ. നീ ഇതിപ്പോ എന്നോട് ചോദിച്ച് എന്നെ തന്നെ വായടപ്പിക്കുന്നു അല്ലേ? കൊള്ളാം. വന്ദനയും ശ്യാമും തമ്മിൽ എന്താണ് ബന്ധം പറ. എനിക്കറിയില്ല. കാവിലെ ഭഗവതിയാണ് സത്യം. എനിക്കൊന്നും അറിയില്ല. നിനക്കറിയില്ല. ഇന്ന് ഒരു റെസ്റ്റോറന്റിൽ വെച്ച് വന്ദനയും ശ്യാമിനെയും ഞാൻ കണ്ടു. പൂങ്കണ്ണീര് പൊഴിക്കുന്ന വന്ദനയെ തഴുകി തലോടി ആശ്വസിപ്പിക്കുന്ന നിന്റെ പുത്രൻ ഞാൻ ഒപ്പം കാണുമെന്നുള്ള വിശ്വാസത്തിന് ഇളക്കം തട്ടരുതെന്ന മുന്നറിയിപ്പുമായി. എന്താണ് ഇത്? എന്താണ് ഈ നാടകത്തിന്റെ അർത്ഥം പറ. സത്യമായിട്ടും എനിക്കിതൊന്നും അറിയില്ല. ശ്യാമും വന്ദനയും തമ്മില് പരിചയമുണ്ടോന്ന് പോലും എനിക്കറിയില്ല. മാനവും മര്യാദയുമായി അടങ്ങി ഒതുങ്ങി കഴിയുന്നവളാ വന്ദന. അവള് വഴി വിട്ടൊന്നും ചെയ്യില്ല. എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. പറ. എല്ലാം അറിയാവുന്നവളല്ലേ നീ? നീ വെളിപ്പെടുത്തുന്ന ഊഹാപോഹത്തിൽ പോലും ഉണ്ടാവുമല്ലോ ഒരു സത്യം. ശരി, കാര്യം പറഞ്ഞോ. വർഷയുടെ ചേച്ചി എന്ന നിലയില് ഒരുപക്ഷെ അവര് തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ടാവും. എത്ര ഒളിപ്പിച്ചു വെച്ചാലും അവര് രക്തബന്ധമുള്ളവരല്ലേ. ഒരു മൂത്ത ചേച്ചിയോട് തോന്നുന്ന സ്നേഹം അവന് വന്ദനയോട് തോന്നിക്കൂടെ? രക്തത്തെ തിരിച്ചറിയാതിരിക്കില്ലല്ലോ. മിണ്ടിപ്പോകരുത് നീ, കേട്ടോടി. ഞാൻ പൊട്ടിച്ചെറിഞ്ഞൊരു സഹോദര ബന്ധമുണ്ട്. അതെന്റെ മോനായിട്ട് കൂട്ടിയോജിപ്പിക്കാൻ നീ നോക്കണ്ട. ഒന്ന് കളയും ഞാൻ. അമ്മേ ഭഗവതി, ഇതിനേക്കാൾ എന്റെ ജീവൻ അങ്ങ് എടുത്തോളെ നിനക്ക്. എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? പ്രകാശേട്ടാ, പ്രകാശേട്ടാ, സാധാരണ ഫുൾ ടൈം കണക്ക് കൂട്ടലും കിഴിക്കലൊക്കെയാണല്ലോ പതിവ്. ഈ മൊബൈൽ നോക്കിയിരുപ്പോ പതിവുള്ളതല്ലോ. ഇനി വല്ല ചാറ്റിങ്ങോ മറ്റോ തുടങ്ങിയോ? വിശ്വസിക്കാൻ പറ്റില്ല. വയസ്സായി വരുന്തോറുവാ ആണുങ്ങൾക്ക് ഇളക്കം കൂടുന്നത്. പ്രകാശേട്ടാ, ഞാൻ വിളിച്ചിട്ട് പോലും അറിയാതെ നിങ്ങൾ ആരെയും കണ്ട് ആസ്വദിക്കുന്നെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ.
പ്രകാശേട്ടാ, പ്രകാശേട്ടാ, എന്താ ഇങ്ങനെ? അച്ഛന്റെ ഫോട്ടോ പ്രകാശേട്ടന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നല്ലോ. ഏയ്, ഒന്നുമില്ല. നിനക്ക് വെറുതെ തോന്നുന്നതാ. വെറുതെ ഗാലറി നോക്കിയപ്പോ അച്ഛൻ്റെ ഒരു ഫോട്ടോ കണ്ടു. അച്ഛൻ മാധവൻ നായർ. ഒരുപാടിഷ്ട അച്ഛനെന്നെ. ഒരുപാടെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറത്ത്. ഞാനും വസന്തയും ഇരട്ടകളായിരുന്നല്ലോ. വസന്തയ്ക്കന്ന് കുശുമ്പോ കുന്നായ്മയോ ഒന്നുമില്ലായിരുന്നു. ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പാവമായിരുന്നു അവള്. അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോ അച്ഛൻ ബിസ്ക്കറ്റ് വാങ്ങിക്കൊണ്ടുവരും. ഒരു തരം 1 രൂപ തൊട്ടോളം വലിപ്പമുള്ള ബിസ്ക്കറ്റ്. ഞങ്ങൾക്ക് 2 പേർക്കും കൂടി അച്ഛനത് വീതം വെച്ച് തരും. എന്നും എനിക്കായിരിക്കും അച്ഛൻ 2 എണ്ണം കൂടുതൽ തരുന്നത്. ഒരുപക്ഷെ തളരുമ്പോ അച്ഛന് തണലാവുന്ന കരുതിയിട്ടായിരിക്കും. പ്രകാശേട്ടാ, പ്രകാശേട്ടന് ഇത് എന്തു പറ്റി? എന്തിനിപ്പ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛന് എന്തെങ്കിലും പറ്റിയോ? ഒന്നുമില്ല, ഒന്നുമില്ല. വെറുതെ ഓരോന്ന് ആലോചിച്ചപ്പോ. പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ? നിനക്കറിയോ, അന്നൊക്കെ രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോ കുട്ടിയായിരുന്നു എന്നെ കൂടെ കൂട്ടുമായിരുന്നു അച്ഛൻ. കൈ പിടിച്ച് നടന്ന് പറഞ്ഞില്ല, ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു ആ നടത്തമെന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ ആ കൈ ഒന്നുകൂടി മുറുക്കി പിടിക്കായിരുന്നു. പ്രകാശേട്ടാ, എന്താ ഇങ്ങനെയൊക്കെ? അച്ഛനെ സഹായിക്കണമെങ്കിൽ ഇനിയാകാലോ. പ്രകാശേട്ടന്റെ അച്ഛനില്ലേ? ആ മനുഷ്യൻ എനിക്ക് ഭർത്താവിന്റെ അച്ഛനല്ല. മരിച്ചുപോയ എന്റെ അച്ഛൻ വീണ്ടും ജന്മം എടുത്ത് വന്നതാണെന്ന് അന്നും ഇന്നും എന്റെ തോന്നല്. അച്ഛനെ സഹായിക്കണം പ്രകാശേട്ടൻ. തണലായിരുന്ന ആ മനുഷ്യന്റെ തളർച്ചയില് പ്രകാശേട്ടൻ ഒരു തണലാവണം. എന്തിനാച്ചൻ ഒരു പുരുഷായുസ് മുഴുവൻ പാടുപെട്ടുണ്ടാക്കിയ പണം മനോജിന് കൊടുത്തത്? അവനത് സൂക്ഷിക്കുന്നു വല്ല ഉറപ്പുണ്ടോ അച്ഛന്? പ്രകാശേട്ടാ, അച്ഛൻ... സുഹിത്രേ, ഈ അച്ഛന്മാരെ വെറും പാവങ്ങളാ. പകലന്തിയോളം പണിയെടുത്തിട്ടാ വീട്ടിൽ വന്ന് കയറുന്നത്. വെയിലും മഴയും കൊള്ളുന്നത് കുടുംബം പോറ്റാനാ, മക്കളെ നല്ല രീതിയിൽ വളർത്താനാ. എന്റെ ഓർമ്മയിൽ അച്ഛൻ നല്ലൊരു മുണ്ടും ഷർട്ടും വാങ്ങിയെടുത്തിട്ട് നാളുകളേറെയായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.